ദീപദാസ് മുൻഷിയുടെ പ്രതികരണം. പരാതി വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ദീപദാസ് മുൻഷി തിരുവനന്തപുരത്തുണ്ട്. ഈ വിഷയത്തിൽ കടുത്ത നിലപാടാണ് ആദ്യം മുതൽ തന്നെ ദീപദാസ് മുൻഷി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ പരസ്യ പ്രതികരണം എന്താണെന്ന് നോക്കാം. കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ്. പ്രചാരണത്തിനിടെ പാലക്കാട് നിന്ന് മുങ്ങി. അവിടെ നിന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പരാതി വന്നിരിക്കുകയാണ്. പരാതി അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു. ദീപദാസ് മുൻഷിയുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. Few months ago, we cannot comment on him because law will take its own course, and legally the battle is now in CM's hand. Whatever step he will take, we are with the legal issue and we are with the law. Whatever law will take its own course and whatever law will say, we will be on that, because this person has been suspended from our party. For a suspended person, we cannot comment anything. But this is a very wrong thing what has happened. I simply say that whatever the girl is saying, she should also follow the rule that she should have first gone to the police station, did an FIR, then she should have gone to the CM. But obviously she has faith on CM, so she has gone there. So now law will take its own course. Thank you. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ദീപദാസ് മുൻഷിയും പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പെൺകുട്ടിയുടെ പരാതി വന്ന സാഹചര്യത്തിലാണ് ദീപദാസ് മുൻഷിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. റോഷിപാൽ, ദീപദാസ് മുൻഷിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. സുജയ, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രധാന ശബ്ദരേഖ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ തന്നെ ദീപദാസ് മുൻഷി വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ്. ഒരു സംരക്ഷണവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് നൽകില്ലെന്ന തീരുമാനം അത് എടുത്തതിൽ പ്രധാനി കൂടിയാണ് ദീപദാസ് മുൻഷി. ഇപ്പോൾ പരാതി കൂടി വന്ന സാഹചര്യത്തിൽ ഇനി കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുമോ? പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുമോ? MLA സ്ഥാനത്തും രാഹുൽ മാങ്കൂട്ടത്തിലിനോട് രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകുമോ എന്നത് പ്രധാനമാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്കുള്ള കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങുമോ എന്നതാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. പാർട്ടി എതിരാളികൾക്ക്, രാഷ്ട്രീയ എതിരാളികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയുധം നൽകിയിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. കാരണം അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രകോപനം സൃഷ്ടിച്ചു. ഇങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ അസംതൃപ്തരാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രതികരണങ്ങളിലും ഒപ്പം രാഹുലിന്റെ നീക്കങ്ങളിലും അവരൊക്കെ അതൃപ്തരാണ്. അതിനിടയിലാണ് പെൺകുട്ടി നേരിട്ടെത്തി തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ആ തെളിവുകൾ ഇതുവരെ പുറത്തു വരാത്ത തെളിവുകളാണ്. വളരെ കുറച്ച് തെളിവുകൾ മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അതിനപ്പുറത്തേക്ക് നിരവധി വാട്സപ്പ് ചാറ്റുകളും ടെലിഗ്രാം ചാറ്റുകളും വോയിസ് റെക്കോർഡുകൾ അടക്കമുള്ള പരാതികളാണ് കൈമാറിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കിയതിന്റെ തെളിവുകൾ, അങ്ങനെ നിരവധി തെളിവുകളുണ്ട് ഈ പരാതിക്കൊപ്പം മുഖ്യമന്ത്രി കൈമാറിയത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിലുള്ള പരാതിയായി തന്നെയാണ് മുഖ്യമന്ത്രി ഇത് കേട്ടത്. ബന്ധുക്കൾക്കൊപ്പം എത്തിയാണ് ഈ യുവതി മുഖ്യമന്ത്രിയോട് തനിക്കുണ്ടായ ദുരനുഭവം വിശദീകരിച്ചത്. ഒരു MLAയുടെ ഭാഗത്ത്, ഒരു യുവ MLAയുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ഒരു അതിക്രമത്തിന് ഒരു പെൺകുട്ടി ഇരയായത്. ആ പെൺകുട്ടിയൊടുവിൽ മാസങ്ങൾക്കൊടുവിൽ ചികിത്സയടക്കം പൂർത്തിയായി ആത്മധൈര്യത്തോടുകൂടി മുഖ്യമന്ത്രിയെ സമീപിച്ച സർക്കാരിന് പരാതികൾ പൂർണ്ണമായും കൈമാറുകയായിരുന്നു. ആ പെൺകുട്ടി അടക്കമുള്ളവരെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പരാതി വന്നത്. ഇന്ന് രാവിലെ അടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമം തുടരുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പരാതി നൽകിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പുറത്തുവിടുന്നതടക്കം ചിലർ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അവർക്കെതിരെ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. സൈബർ ഇടത്തിൽ ആ പെൺകുട്ടി നേരിടുന്ന ആക്രമണങ്ങളിലടക്കം പെൺകുട്ടി പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരുടെ വിശദാംശങ്ങളടക്കം സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. ഏതായാലും ഈ പരാതിയിൽ ഇനി പോലീസ് സ്വീകരിക്കുന്ന നടപടി ഏറ്റവും നിർണായകമാണ്. ആ പെൺകുട്ടിയുടെ മൊഴി എപ്പോൾ രേഖപ്പെടുത്തുമെന്നത് പ്രധാനം. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിലേക്ക് ഉടൻ നീങ്ങുമോ എന്നതാണ്. കാരണം തെളിവുകളടക്കം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ ചില പ്രധാനപ്പെട്ട കേസുകളിൽ ഈ സംഘം തെളിവ് നശിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് പോലീസ് ജാഗ്രതയോടെയായിരിക്കും ഈ പരാതി കൈകാര്യം ചെയ്യുക.